എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? സോ ടെക്നിക്കലാണ്. എല്ലാ എക്സാമും 4 hours ആണ്. ഏത് എക്സാം ആണെങ്കിലും എല്ലാ എക്സാമും 4 hours ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഡിവൈഡ് ഇൻ ടു MCQs ആൻഡ് ടാസ്ക് ബേസ്ഡ് സിമുലേഷൻസ് അഥവാ TBS. ഓക്കെ, MCQs നിങ്ങൾക്ക് അറിയാം, 4 ഓപ്ഷൻ കാണും, കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ദെൻ വി ഹാവ് ടാസ്ക് ബേസ്ഡ് സിമുലേഷൻ. അതായത് ബേസിക്കലി കേസ് സ്റ്റഡി നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വരും, അത് വായിച്ചിട്ട് ഒന്നെങ്കിൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ആ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ നിന്ന് എടുത്തിടണം. ഒരു മാതിരി കേസ് സ്റ്റഡി പോലെ. സോ MCQന് 50% ആണ്, ടാസ്ക് ബേസ്ഡ് സിമുലേഷനും 50% ആണ് സ്കോർ വരിക. സോ രണ്ടിനും കൂടെ കൂട്ടി നിങ്ങൾ 100 മാർക്കിൽ 75 മാർക്ക് സ്കോർ ചെയ്യണം. 75 ഓർ എബോവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് പാസ്ഡ്. 74 ആണെങ്കിൽ പോലും യു ഫെയിൽ. ഓക്കെ, സോ എല്ലാത്തിനും 4 hours ആണ്. ആൻഡ് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എക്സാം എഴുതാം. ഇപ്പൊ നമ്മൾ പഠിച്ച് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന റഗ് ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് റഗ്. There is no particular order in which you should attend the exam. It is your choice. Okay. ഏത് ഓർഡറിൽ എക്സാം എഴുതാം എന്നുള്ള ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ഏത് പേപ്പറാണ് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് ആ പേപ്പർ വെച്ച് നമുക്ക് തുടങ്ങാം. ആൻഡ് ദെൻ യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, ദിസ് ഇസ് ദ പാറ്റേൺ. ആൻഡ് തിങ്സ് ടു നോട്ട്, 50-50 ആണ് MCQയും സിമുലേഷനും വരിക. ആൻഡ് ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 5 ടെസ്റ്റ്ലെറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ എക്സാമും 5 ടെസ്റ്റ്ലെറ്റ് ആണ്. സോ 5 ടെസ്റ്റ്ലെറ്റിൽ ആദ്യത്തെ 2 ടെസ്റ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQs ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കാം, ഓഡിറ്റിംഗിൽ 78 MCQ, അല്ല ഫാറിൽ ഇപ്പൊ 50 MCQ ഉണ്ട്. അപ്പം ഫസ്റ്റ് ടെസ്റ്റ്ലെറ്റിൽ 25 MCQ, സെക്കൻഡ് ടെസ്റ്റ്ലെറ്റിൽ 25 MCQ, അങ്ങനെയാണ് സാധാരണഗതി പോവുക. ബാക്കി 7 ടാസ്ക് ബേസ്ഡ് സിമുലേഷൻസ് ഈ 3 ടെസ്റ്റ്ലെറ്റിലേക്കും വരിക. സോ ഫസ്റ്റിലെ MCQ, സെക്കൻഡിൽ MCQ, ദെൻ സിമുലേഷൻ, 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 ഇങ്ങനെ 5 ടെസ്റ്റ്ലെറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ആൻഡ് 18 മാസത്തിനകത്ത് ഒരു പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ ബാക്കി പേപ്പേഴ്സ് 18 മാസത്തിനകത്ത് പാസ്സാകണം. ഈ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈ ഇയറിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ജൂൺ 2025 മുമ്പ് ബാക്കി പേപ്പേഴ്സ് പാസ്സായാൽ മതി. ആ രീതിയിൽ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്, കാരണം സിലബസ് വാസ് ചേഞ്ചിങ്. ഇതിപ്പോ ഞാൻ പുതിയ സിലബസിനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് എക്സാം സാർ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ഫോമിലാണ്. നമുക്ക് 8 സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ള സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരു സെന്റർ ഉണ്ട്, പ്രോമെട്രിക് സെന്റർ ആണ്. ട്രിവാൻഡ്രത്ത് പ്രോമെട്രിക് സെന്റർ ഉണ്ട്. ചെന്നൈയിൽ ചെന്നൈയിൽ ഒരു പ്രോമെട്രിക് സെന്റർ ഉണ്ട്. ആൻഡ് ബാംഗ്ലൂർ ഒരു പ്രോമെട്രിക് സെന്റർ ഉണ്ട്. ഇത് 3 നമുക്ക് ഏറ്റവും അടുത്തുള്ളത്. പിന്നെ ഡൽഹി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, അങ്ങനെ പല സ്ഥലത്തായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ട്രിവാൻഡ്രം, ചെന്നൈ ആൻഡ് ബാംഗ്ലൂർ. ഈ 3 സെന്റേഴ്സിൽ പോയാണ് നമുക്ക് എക്സാം എഴുതേണ്ടത്. ആൻഡ് എക്സാം ഈസ് അവൈലബിൾ ത്രൂ ഔട്ട് ദി ഇയർ. CA പോലെ വർഷത്തിൽ 2 തവണ എക്സാം നടക്കുന്നത്. CPAയുടെ കേസിൽ ഓൾറൗണ്ട് ഇയർ എക്സാം ഉണ്ട്. നമുക്ക് പ്രോമെട്രിക് സെന്ററിൽ ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ ആൻഡ് നമ്മൾ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ then we can choose the exam date that we want. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത ജൂലൈയിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ജൂലൈയിൽ നമുക്ക് എക്സാം എഴുതി തീർക്കാൻ പറ്റും. സോ ആൻഡ് മൂവിങ് ഓൺ ടു why you can be here at PREPQ. ഓക്കെ, PREPQന്റെ കേസിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് ട്രെയിനിങ് ആണ് തരിക. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുക. And we provide 300 hours of CPA. Okay. And we provide surgeon CPA and year review. കാരണം ഒരു അമേരിക്കൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ you need American materials, and surgeon is one of the best American review providers out there. CPA പഠിക്കാൻ വേണ്ടി one of the best providers ആണ് surgeon. And we provide free evaluation support for CPA. കാരണം CPA eligibility ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവാലുവേഷൻ സർവീസ് വേണം. ആ ഒരു ഇവാലുവേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും. റഫ് ഇവാലുവേഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കുള്ള അമേരിക്കൻ ഇവാലുവേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. ആൻഡ് എക്സാം രജിസ്ട്രേഷന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ലൈസൻസിന്റെ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് 1-on-1 റിവിഷൻ സെഷൻസ്. ഫാക്കൽറ്റീസ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും. ഹോളിഡേസ് ഒഴിച്ച് അല്ലാത്ത അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൺടാക്ട് ദ ഫാക്കൽറ്റി ഡയറക്ട്ലി. ആൻഡ് വി പ്രൊവൈഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. എല്ലാ എക്സാമും പാസ്സായി കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും വി ആർ പ്രൊവൈഡിംഗ് ദർ. ആൻഡ് ഓഫീസ് സ്റ്റാഫിന്റെ പൂർണ്ണമായുള്ള സപ്പോർട്ടും വിൽ ബി ദർ ഫ്രം ദ PREPQ. ആൻഡ് സർജന്റിന്റെ കേസ് ഇപ്പൊ നിങ്ങളെ കുറെ കേൾക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, നിങ്ങൾ കുറെ ChatGPT പോലത്തെ സാധനങ്ങളെ നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റിവ്യൂ പ്രൊവൈഡർ ആണ് സർജൻ CPA റിവ്യൂ. നിങ്ങൾ സർജൻ CPA റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ആരും നിങ്ങളെ കൊണ്ടൊരു 150 ക്വസ്റ്റ്യൻസ് ഈ ആപ്പ് ചെയ്യിക്കും. ഒരു വെബ് പോർട്ടലാണ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഇവർ തന്നെ ഉണ്ടാക്കി തരും. ഓക്കെ, ആൻഡ് they will make you do the MCQs, they will make you do task based simulations, and
വിത്ത് ഈച്ച് കറക്റ്റ് സിമുലേഷൻ യുവർ സ്കോർ വിൽസ് ഇംപ്രൂവ്. സോ നമുക്ക് റെഡി സ്കോർ എന്ന സാധനമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും തോറും റെഡി സ്കോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് നമ്മൾ തെറ്റിക്കും തോറും റെഡി സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റെഡി സ്കോറിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്കോർ തന്നെയാണ് മിക്കവാറും എക്സാമിന് കിട്ടാൻ പോകുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർജൻ CPI റിവിൽ 80 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെഡി സ്കോർ 80 ഉണ്ടെങ്കിൽ ഏകദേശം 82 അല്ലെങ്കിൽ 78 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിന് കിട്ടാൻ പോകുക. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് സർജന്റിന്റെ കാര്യങ്ങൾ പോവുക. ആൻഡ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് സർജൻ. എന്നെ CPI എക്സാം പാസ് ചെയ്യാൻ വേണ്ടി സർജൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഏകദേശം 92% പാസ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ബോസ്റ്റ് 50% സ്റ്റഡിന്റെ. കാരണം സർജന്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ലൈവ് ക്ലാസിന്റെ കൂടാതെ സർജന്റിനകത്തും എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഉണ്ട്. ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ഷോർട്ട് ആൻഡ് ടു ദി പോയിന്റ്. ഓക്കെ, നമുക്ക് PDF ആയിട്ടുള്ള ടെക്സ്റ്റും കിട്ടും, അതേപോലെ തന്നെ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്രിസ്പ് വേർഷൻ ആണ് ആ ഒരു വീഡിയോയിലൂടെ തരിക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. നമുക്ക് നമ്മൾ അമേരിക്കൻ സാധനം പഠിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് പുകയായിരിക്കും തരില്ല, എനിക്ക് സംഭവിച്ചാണ്. പക്ഷേ വെൻ യു സിറ്റ് വിത്ത് ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. സർജന്റിന് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പോയിന്റ്സ്, നമുക്ക് വേണ്ട കൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർജന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ സർജൻ ഇസ് എ വെരി നൈസ് അഡീഷണൽ തിങ് ടു ഹാവ് along with prep.